ഹായ് ഓൾ. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ 11 2025 കേട്ടോ, MSW003 ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ്സിൻ്റെ എക്സാം ആയിരുന്നു. നമ്മളുടെ വീഡിയോയും ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സുകളൊന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമാണ് ഇട്ടത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൽ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും തന്നെ നോട്ട്സിൽ കവർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 90 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ വന്നത്. വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഡിഫൈൻ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, ഡിസ്കസ് ദ ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്സ്, അതിൻ്റെ നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 20 മാർക്കിന് എസ്സേ തന്നെ ചോദിച്ചു. പിന്നീട് ഡിസ്കസ് എറിക്സൺസ് മോഡൽ ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് 8 സ്റ്റേജസ്, അതും നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചു. 20 മാർക്കിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു ഹൈലൈറ്റ് ദ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ ചേഞ്ച് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി, അതും നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. 20 മാർക്കിൻ്റെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നീട് 10 മാർക്കിൻ്റെ ഡിസ്കസ് സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു അതർ ഡിസിപ്ലിൻസ് ലൈക്ക് സോഷ്യോളജി ആൻഡ് സൈക്കോളജി, 10 മാർക്കിന് ചോദിച്ചു. ഡിസ്കസ് ദ ഫ്രൂയിഡ്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, 10 മാർക്കിന് ചോദിച്ചു. ഡിഫൈൻ കൾച്ചർ ആൻഡ് എൻലിസ്റ്റ് സം ഓഫ് ഇറ്റ്സ് ക്യാരക്ടേഴ്സ്, 10 മാർക്കിന് ചോദിച്ചു. അതിൽ മാരിറ്റൽ കൾച്ചർ ആൻഡ് നോൺ മാരിറ്റൽ കൾച്ചർ ഗിവ്സ് എക്സാമ്പിൾ, ഡിഫറൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അടുത്തത് 5 മാർക്കിന് ഡിസ്കസ് ബ്രീഫ്ലി ദ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ്, നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലേണിംഗ് ആൻഡ് മെമ്മറി, നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 4 മാർക്കിന് റോൾസ് ആൻഡ് സ്റ്റാറ്റസ്, കാസ്റ്റ് സിസ്റ്റം, സോഷ്യൽ ലേണിംഗ്, റിട്ടയർമെൻറ്റ് ആൻഡ് എംറ്റി നെസ്റ്റ്, ഫാമിലി തെറാപ്പി നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. റിട്ടയർമെൻറ്റ് ആൻഡ് എംറ്റി നെസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട്സ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ ഫോട്ടോ ഇടാം. അപ്പോൾ ഇതിൻ്റെ എക്സാം കൂടെ കഴിഞ്ഞു. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ 24 നടക്കുന്ന MSW003 എക്സാമാണ്. അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇനി നമ്മൾ വീഡിയോസിൽ ഇടാൻ പോകുന്നത്. 6, 7, 8 അങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റു കോഴ്സസിൻ്റെ എൻക്വയറീസ് ഒക്കെ എനിക്ക് ധാരാളം വരുന്നുണ്ട്. അപ്പം നിലവിൽ ഞാൻ പറയാനുള്ളത് അതേ ഉള്ളൂ. ഞാൻ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ മെറ്റീരിയൽസ് ഇല്ല. അതുകൊണ്ട് പഠിപ്പിക്കാനും പറ്റുന്നില്ല. അപ്പോൾ 32ൻ്റെ ക്ലാസ്സസ് ഞാൻ എന്തായാലും ഇടും. അതിന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊരു വ്യത്യാസമായിട്ടുണ്ട്. 20 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പം ആ 20 മാർക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കും നമ്മളെ ഡിസ്കഷൻസ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന, മറ്റ് സബ്ജക്ട്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ. എന്തായാലും ടിപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് എത്ര ടൈമിന് എങ്ങനെ ആൻസർ ഷീറ്റ് എഴുതണം, പിന്നെ ആൻസർ ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി 32ൻ്റെ വീഡിയോസായിട്ട് നമുക്ക് കാണാം. ബൈ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.